ഹലോ അസ്സാം വലൈക്കും. തെക്കൻ കിച്ചൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അതിനുവേണ്ടി ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 സവാള ഞാൻ ഇതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് ഇതേപോലെ വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. സോൾട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സവാള വഴന്നു വരും. അപ്പോൾ അതിനുവേണ്ടിയാണ് സോൾട്ട് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള വഴന്നു വരാൻ വേണ്ടി ഞാൻ ഇച്ചിരി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ച് ഇപ്പോൾ സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു പീസ് ജിഞ്ചറും ഒരു പീസ് ഗാർലിക്കുമാണ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതാണ്. ഞാൻ ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അടച്ചു വെക്കുമ്പോൾ ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് നല്ല മെൽറ്റായി വരും. കാരണം ഇത് ഫ്രീസായിരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ നേരം കൊണ്ട് നമുക്കിനി ഒരു പിടി പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇത് വഴന്ന് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വഴന്ന് വരുമ്പോഴത്തേക്ക് ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും എല്ലാം ഇതിൽ കിടന്ന് വഴന്ന് വരും സവാളയിൽ. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും സവാളയെല്ലാം ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് മസാലയൊന്നും ഇതിൽ ചേർക്കത്തില്ല. കാരണം നമ്മൾ ചിക്കൻ സ്റ്റൂ ആണ് ചേർക്കുന്നത്. ഇനി ഞാൻ 1 കിലോയുടെ ചിക്കൻ നല്ലതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഡ്രെയിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇനി ഇതും കൂടി നമുക്ക് ഈ മസാലയിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. മസാല എന്ന് പറയുന്നത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അടച്ചു വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ വഴന്ന് വരും. ഞാൻ ഇതിലേക്കിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇതിൽ 3/4 ഗ്ലാസ്സോളം തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ കുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് നല്ലതുപോലെ കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് ഞാനിതൊരു 10-15 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് കോക്കനട്ട് ചിരകി എടുത്ത് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കുതിർന്ന കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഇപ്പോൾ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കുക്കായ ചിക്കനിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം, ഈ കോക്കനട്ട് പേസ്റ്റ്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ കുറച്ചുകൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.